പടം പറയുകയാണെങ്കിൽ നല്ലൊരു ഒരു ത്രില്ലർ ഡ്രാമയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഹാൻഡിക്യാപ്റ്റായ പേഴ്സണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. പിന്നെ സൂപ്പർ എലിമെൻറ്റ്സ് ഒന്നും ഇതിനകത്തില്ല. കാരണം സൂപ്പർ എലിമെൻറ്റ് വെച്ചാൽ ഈ സമാനുഷ്യമായ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷേ സൂപ്പർ എലിമെൻറ്റ്സ് മാത്രമേ അതിനകത്തുള്ളൂ. സൗണ്ട് നമ്മൾ ഈ സൂപ്പർമാനോ നമ്മൾ പടം കാണാൻ പോയാൽ ഒരു ബെസ്റ്റ് ത്രില്ലർ ഡ്രാമയാണ്. പിന്നെ എല്ലാവരും കാണാൻ പറ്റിയ മൂവി. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. പിന്നെ ഉണ്ണിമൻ്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്. അടിപൊളി മൂവിയാണ്. ദ മൂവി വാസ് ഡിഫറെൻറ്റ് ആൻഡ് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഇപ്പോഴും നമ്മൾ ഈ ടൈപ്പ് പടങ്ങൾ ഒത്തിരി കണ്ടിട്ട് കുറേ കാലങ്ങളായി. ദിസ് വാസ് എ ഡിഫറെൻറ്റ് മൂവി ഫോർ ഉണ്ണി മുകുന്ദൻ സ്പെഷ്യലി. ആൻഡ് ഇതിലൊരു ക്യാരക്ടർ ചെയ്ത് മിസ്റ്റർ ശ്രീകാന്ത് MLA ആയിട്ട് ചെയ്ത് പുള്ളി നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ആക്ടിങ്. ഇറ്റ് വാസ് ഓവറോൾ എ വെരി ഗുഡ് മൂവി. നൈസ് ടു വാച്ച്. ഉണ്ണിയുടെ അഭിനയം നല്ല അടിപൊളിയായിട്ട് കലക്കനായിട്ട് വ്യത്യസ്തമായ നല്ലൊരു ത്രില്ലിങ് മൂവിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പടം കാണുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് പടം പോകുമെന്ന് വിചാരിക്കില്ല. പക്ഷേ അത് അവസാനം ആകുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ത്രില്ലടിച്ച ഇതാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. എല്ലാ സീൻസും എല്ലാം അടിപൊളിയാണ്. കാരണം ആളെപ്പോഴും ചെയ്യുന്നൊരു ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള ഫിറ്റ്നസ് പടമാണ്. പക്ഷെ അതല്ലാതെ പുള്ളിയുടെ ഒരു എന്താ പറയുക അഭിനയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ ഹീറോ അതൊരു എന്താ പറയുക തീം മാത്രമാണ്. ഒരു ജെന്യൂൻ മനുഷ്യൻ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതാണ് പ്രസന്റ് ചെയ്തിട്ട് കൊള്ളാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ കൊണ്ട് മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട്. ഫിലിം വാസ് ഗുഡ്. നല്ലൊരു ടോപ്പ് ടു ബോട്ടം ഒരു ഭയങ്കര എൻഗ്രോസിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഉണ്ണി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണ്ണി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കുള്ള ഉണ്ണി. ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല സ്ക്രിപ്റ്റാണ്. ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൺ ഫിലിം, ഫാമിലി ഫിലിം, സൂപ്പർ ഹീറോ ഫിലിം. നോട്ട് ഓൾ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ള, നോട്ട് ഓൾ സൂപ്പർ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ളൊരു വളരെ ശക്തമായ സന്ദേശം തന്നെ സിനിമ. നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ. ഞാൻ ഇതുവരെ കാണാത്തൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഉണ്ണിമുഖൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. നല്ല രസമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. അപ്പോൾ ഉണ്ണിമൂന്നൻ്റെ പുതിയപടിയായിട്ടുള്ള ജയ് ഗണേഷ് സിനിമ കണ്ടു. അത് ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമയാണ്. സൈക്കോളജിക്കൽ ലോജിക്കുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. കുട്ടികളായിട്ട് വരുന്ന ധൈര്യമായിട്ട് കാണിക്കേണ്ട സിനിമയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ, സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ, കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒരു ന്യൂസ് മേക്കർ ത്രില്ലർ സിനിമയാണ്. ഇത് കണ്ട് ആരും കരയാണ്ട് പോകത്തില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് സഹായിക്കുന്ന ആളായിട്ടാണ് നമ്മുടെ ഉണ്ണിമൂന്നൻ വരുന്നത്. മികച്ചതായിട്ട് ഉണ്ണിമൂന്നൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടും ഒരു ഡിസേബിൾ പേഴ്സൻ്റെ എല്ലാവിധ അഭിനയ ചേരുവകളും ഉണ്ണിമൂന്നൻ ചെയ്തിട്ടുണ്ട്. മാളികപ്പുറം, മല്ലു സിംഗ്, ചാണകേന്ദ്രത്തിന് ശേഷം മികച്ചതായിട്ട് ഉണ്ണിമൂന്നൻ ഒരു ചിരിച്ചൊരു ചിത്രമാണ്. അടിപൊളി സിനിമ. അടിപൊളിയാണ്. നല്ല എല്ലാ തിയേറ്ററിലും വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. നല്ല അടിപൊളി. അത് അടിപൊളിയായിരുന്നു. പറഞ്ഞത് അടിപൊളിയായിരുന്നു. കാരണം ഐ യൂസ് ടു സീ ഓൾമോസ്റ്റ് ഓൾ മൂവീസ്. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം ഇപ്പോൾ ഇത് നമ്മുടെ ജയ് ഗണേഷ്. ഓക്കെ. ഉണ്ണിമൂന്നൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഉണ്ണിമൂന്നൻ്റെ പെർഫോമൻസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് സൂപ്പർ, വെരി ഗുഡ്, നൈസ്. പടം കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഒരു മാളികപ്പുറത്തിന് ശേഷം ഉണ്ണിമൂന്നൻ്റെ ഒരു ഹിറ്റ് പടം എന്ന് പറയാം. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റാണ്. എന്തായാലും പടം ഒരു വൻ വിജയമായിട്ടെന്ന് ആശംസിക്കും. അടിപൊളി മൂവിയാണ്. ആസ് യൂഷ്വൽ ആവണി ഇതേപോലെ ഞെട്ടിച്ചു. ഫിനിക്സ് സിനിമയിലൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അജു രഞ്ജിത്തേട്ടനോട് പറഞ്ഞിട്ടാണ് ആവണിയെ, രഞ്ജിത്തേട്ടൻ തന്നെ വിളിക്കുന്നത് ആവണിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ട്. ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവളോട് ഒന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇവളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ വീണ്ടും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും പടം കാണാൻ പറയും. എല്ലാവരും പടം കാണണം, റിവ്യൂ അറിയിക്കും. നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഉണ്ണി സഫേർഡ് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇതിലൊരു വലിയ സക്സസ്സിലേക്ക് ഈ പടം എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.